ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിൽ എത്തിക്കുന്ന തസ്തികകൾ ഏതാണെന്ന് ചോദിച്ചാൽ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു തസ്തികയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട PWD ബാർ ഇറിഗേഷൻ രണ്ടിലേക്കും കൂടി ഒന്നിച്ചാണ് നടത്താറ്. PWD ബാർ ഇറിഗേഷനിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഓർ ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, 2022 5-ാം മാസം മെയ് മാസത്തിലാണ് ഇതിനു മുമ്പ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഒരു വർഷവും 6 മാസവും അഥവാ 1.5 വർഷം പൂർത്തിയാകുമ്പോഴേക്കും 541 പേർക്ക് അഡ്വൈസ് അയച്ചു കഴിഞ്ഞു എന്നുള്ളത് ഓർക്കുക. സുപ്രധാനമായ തസ്തിക ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് റെഡിയാക്കി നിർത്തേണ്ട ഒരു ദൗത്യം PSC ഏത് തന്നെയായാലും ചെയ്യുമെന്ന് തന്നെയാണ് ഈയിടെയുള്ള നടപടിക്രമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷനുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറുകയാണ് PWD ഇറിഗേഷൻ ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഈ തസ്തിക. ഇതിനു മുമ്പത്തെ എക്സാമുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2020 ഇതിന്റെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. 2021 തന്നെ എക്സാം നടക്കുകയും 2021 തന്നെ ഷോർട്ട് ലിസ്റ്റ്. നമ്മൾ നോക്കൂ, എക്സാമുകൾ നോട്ടിഫിക്കേഷനിലുള്ള ഗ്യാപ്പുകൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ കാലഘട്ടമാകുമ്പോഴേക്കും മുന്നോട്ട് പോകുമ്പോൾ അത് ഒട്ടും തന്നെ ഇല്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സാം എന്ന് പറയുന്ന ആ സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതും കൂടെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. പഠിക്കാൻ സമയം കിട്ടാത്ത സാഹചര്യമാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഇതിലൊക്കെ അറിവുള്ളവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആരും കാത്തിരിക്കുന്നില്ല. അതിന് മുൻപേ തന്നെ പഠിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. വളരെ ഉത്സാഹജനമായ പഠനാന്തരീക്ഷം തയ്യാറാക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തൃശ്ശൂർ വിൻസെന്ററും അതുപോലെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ വിൻസെന്ററും മത്സരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനം കൂടെ ഒരുക്കിക്കൊണ്ടാണ് കോട്ടയ്ക്കൽ വിൻസെന്റർ ലേണിംഗ് ക്ലബ്ബ് ഫോം ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലാകട്ടെ സൺഡേ ബാച്ച് ഉൾപ്പെടെ നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. റെഗുലർ ബാച്ചുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ തനിയെ ഇരുന്ന് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. ഒന്നേ പറയാനുള്ളൂ, ഈ അവസരം ഒരാൾ പോലും മിസ് ചെയ്തുകൂടാ എന്നുള്ളതാണ്. അവസരങ്ങൾ വല്ലപ്പോഴുമാണ് നമ്മുടെ മുന്നിൽ വരിക. അതിനെ പുറംതിരിഞ്ഞു നിന്നിട്ട് വല്ല പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് വരുമ്പോൾ അങ്ങ് നേടിയെടുക്കുക തന്നെ വേണം. ഉറച്ച ആത്മവിശ്വാസം, നല്ല ആഗ്രഹം ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലിസ്റ്റുകളിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 541 പേർക്ക് അഡ്വൈസ് നൽകിയ ഈ ഒരു തസ്തിക, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു തസ്തിക നോട്ടിഫിക്കേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടെ നമുക്ക് കാത്തിരിക്കാം. അതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നമുക്ക് തയ്യാറെടുക്കുകയും ചെയ്യാം.